നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. കുറച്ചു കഴിഞ്ഞു അവൾ തന്നെ സ്വയം മാറി അവനിലേക്ക് നോക്കി. ദക്ഷ്, എനിക്ക് നിന്റെ പെണ്ണായി ജീവിക്കണം. നീ എൻ്റെ തന്നെയാ. ആണ് ദക്ഷ്, നിൻ്റേതാണ്. നോക്ക് ദക്ഷ്, ഞാൻ മുഴുവനായി നിൻ്റേതാകാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പഴയതൊന്നും വേണ്ട. എനിക്ക് ദക്ഷിൻ്റെ മാത്രം നീതിയായി ജീവിക്കണം. എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനറിയില്ല. ദക്ഷിണ അവളെ കാണും തോറും പാവം തോന്നി. നിന്നേക്കാൾ മനോഹരമായി ഞാൻ പൂജിക്കുന്ന പുഷ്പം മറ്റൊന്നുമില്ല. നിന്നിലേക്ക് അലിയാൻ 100 100,000 തവണ എനിക്കിഷ്ടമാണ്. നിന്റെ നാവിൽ നിന്നും വന്ന ഈ വാക്കുകൾക്ക് വേണ്ടിയായിരുന്നു ഈ ദുർദക്ഷിൻ്റെ കാത്തിരിപ്പ്. മഴത്തുള്ളികൾ അവൻ്റെ മുടിയിൽ നിന്നും അവളുടെ മുഖത്തേക്ക് ഇറ്റ് വീണുകൊണ്ടേയിരുന്നു. ധ്രുവ് അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. കണ്ണുകൾ അടച്ചു. അവളത് സ്വീകരിച്ചു. അവളുടെ കൈ അവൻ്റെ ഷർട്ടിലേക്ക് മുറുകി. അവളൊന്ന് വിരൽ പൊക്കി പൊങ്ങി. അവൻ അവളുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചു. മഴത്തുള്ളികൾ വീഴുന്നതൊന്നും അറിയാതെ അവൻ അവളുടെ ചുവന്ന ചുണ്ടുകൾ കൊതിയോടെ നുണഞ്ഞുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ അവൻ്റെ കൈകൾ അവളുടെ വയറിലേക്ക് നുഴഞ്ഞു കയറി. അവളൊന്ന് ഏങ്ങി അവനിലേക്ക് ഇറുകെ ഒന്നുകൂടി. അവൻ്റെ കൈകൾ ചലിക്കും തോറും അവളുടെ ശരീരം ചൂടേറിക്കൊണ്ടിരുന്നു. അവളുടെ കൈകൾ അവളിൽ മുറുകിക്കൊണ്ടിരുന്നു. അവൻ ചുണ്ടുകൾ മോചിപ്പിച്ച് അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ വശ്യത നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നിയവന് അവളിലേക്ക് അലിയാൻ മനസ്സ് വെമ്പിക്കൊണ്ട് നിന്നു. അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിലേക്ക് പതിച്ചു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. പതിയെ പതിയെ വയറിൽ നിന്നും അവളുടെ മാറിടത്തേക്ക് അവൻ്റെ കൈകൾ ചലിച്ചു. നീവി നീങ്ങിക്കൊണ്ട് പൊങ്ങി. ധ്രുവ് പതിയെ അവളെ മോചിപ്പിച്ചു. ടെറസിലെ തൻ്റെ ടെൻറ്റിലേക്ക് പോയി. കുറച്ച് വലിയ ടെൻറ്റ് തന്നെയായിരുന്നു. രാത്രികാലത്തിരിക്കാൻ വേണ്ടി അവൻ തന്നെ ടെൻറ്റ് അവിടെ മുമ്പ് വെച്ചിരുന്നതാ. മഴയുടെ ശക്തി കുറഞ്ഞു. അവൾ അതിനകത്ത് കിടത്തി. അവൻ ടെൻറ്റിൻ്റെ സിബ് അടച്ചു. കണ്ണുകൾ അടച്ചു കിടക്കുന്നവളുടെ അടുത്തേക്ക് പോയി. അവനൊരു നിമിഷം നോക്കി നിന്നു. പതിയെ അവളിലേക്ക് അവൻ ചാഞ്ഞു. അവളുടെ മേൽ അവൻ പ്രണയം പൊഴിക്കുമ്പോൾ അവൾ അതിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അവൻ അവൻ്റെ കൈകൾ അവളിലേക്ക് കോർത്തുകൊണ്ട് അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. നഗ്നമായി ഒന്ന് ചേരുമ്പോൾ അവളുടെ മനസ്സിൽ നിറയെ പ്രണയമായിരുന്നു. ദക്ഷ എന്ന അവളുടെ വിളി അവന് വീണ്ടും വീണ്ടും അരങ്കൊള്ളിച്ചുകൊണ്ടേയിരുന്നു. നേരം നന്നായി പുലർന്നിരുന്നു. മുന്നേ തന്നെ അവർ റൂമിലേക്ക് പോയിരുന്നു. റൂമിലെത്തിയതും നിവി വേഗം ഫ്രഷായി വന്നു. ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത പോലെ തോന്നിയവൾക്ക്. ധ്രുവ് ചിരി കടിച്ചു പിടിക്കുന്നുണ്ട്. സമയം 5:30 ഉള്ളൂ. അവൾ ഒരു ഷർട്ടും ഷോർട്സുമാണ് ഇട്ടത്. ധ്രുവ് ഒരു ഷോർട്സ് മാത്രം. ധ്രുവ് ഒന്ന് അവളെ അടപടലം നോക്കി. ധ്രുവ് വേഗം അവളെ എടുത്ത് പൊക്കി ബെഡിലേക്ക് ഇട്ടു. എന്താ കാണിക്കുന്നേ? ഞാൻ ഇന്നലെ കാണിച്ചല്ലേ, ഇനി എന്ത് കാണാനാ? അയ്യോ അതല്ല, എന്നെ വിടാൻ. ജോഗിന് പോണ്ടേ? ഇന്ന് ജോഗിങ് ഇല്ല. ഇന്ന് ഞാൻ വേറെ എക്സസൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താ? ഇന്നലെ രാത്രിയത്തെ എക്സസൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിവിയുടെ മുഖം ആകെ ചുവന്നു. അയ്യ മാറിക്ക്. ധ്രുവ് അവളുടെ മാറിൽ തലവെച്ചു. കാലുകൊണ്ട് അവളെ ലോക്ക് ചെയ്ത് കിടന്നു. അവൾ അവൻ്റെ തലക്കൈകൾ കൊണ്ട് ചേർത്ത് വെച്ചു. വേദനിപ്പിച്ച നിധി ഞാൻ? ഇല്ല, വേദനിച്ചില്ല. എനിക്കു എന്താ? എനിക്ക് വേണമെന്ന്. എന്ത്? ഇന്നലത്തെ പോലെ? ഇന്നലെ അവിടെ ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. റൂമിലല്ലായിരുന്നല്ലോ. അയ്യടാ, അവിടെ ആയിട്ട് കൂടി എന്നെ ഉറക്കിയിട്ടില്ല. അപ്പോഴാ. അത് പിന്നെ എൻ്റെ അല്ലേ, ഇത്രയും ദിവസം ഉറങ്ങിയില്ലേ. ഇനി എൻ്റെ പെണ്ണ് കുറച്ച് നാൾ ഉറങ്ങണ്ട. ചേട്ടൻ പറഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. അവൻ അവളുടെ ദേഹത്ത് പടർന്ന് കയറിക്കൊണ്ടിരുന്നു. അവളുടെ ശൽക്കാരങ്ങൾ റൂമിൽ അലഞ്ഞു. ദക്ഷ് എന്നവൾ വിളിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ നിവിക്കൊരു ചമ്മൽ തോന്നി. എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്ത്. ഇന്നലെ അത്രയും ഡയലോഗ് അടിച്ചതല്ലേ. റെഡ് ഷർട്ടും ബ്ലാക്ക് പാവടയുമാണ് വേഷം. അവൾ മഹാദേവൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അവളുടെ വെപ്രാളവും പരവേശവും കണ്ട് എല്ലാവരും ചിരിക്കടിച്ച് പിടിക്കുന്നുണ്ട്. ധ്രുവ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ധ്രുവ് തന്നെ പതിവ് പോലെ അവൾക്കും അവനുമായി വിളമ്പി. രണ്ടുപേരും ഒന്നായോ? നിവി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിന്റെ ചേട്ടത്തിക്ക് 2 കൊട്ടിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ഇന്നലെ ഞാൻ കൊടുത്തു. രാത്രിയുടെ ഓർമ്മകൾ കൊണ്ട് നിവിയുടെ മുഖം നന്നായി ചുവന്ന്. കുഞ്ഞിനെ അടിച്ചു ധ്രുവ്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ധ്രുവ്, നീ എന്തേ പറയുന്നു?
പ്രിയവളുടെ അടുത്തേക്ക് ചെന്ന് തലയിൽ തലോടി. ഇവൻ വേദനിപ്പിച്ചു മോളെ, ഉപദ്രവിച്ചു. ചേട്ടൻ ചുമ്മാ പറയുന്നാകും അമ്മേ. ചേട്ടൻ നിവി ഉപദ്രവിക്കോ? പിന്നെ ചേട്ടനാകില്ല വേദനിക്കുക. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചുമ്മാ പറയുന്ന അമ്മേ, എന്നെ ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ധ്രുവ്. ഞാൻ കരുതി കുഞ്ഞിനെ അടിച്ചെന്ന്. ധ്രുവൊന്നും മിണ്ടാതെ ആഹാരം കഴിച്ചു. മോള് നിവി, നമുക്ക് തിരിച്ചു പോണ്ടേ? ഇവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? നോ, ഇനിയുണ്ട് 2-3 ചടങ്ങ് കൂടി. അതുകൂടി കഴിഞ്ഞിട്ട് പോകാം. അതെന്താ? ഈ സാഹചര്യത്തിൽ നമ്മൾ പോകുന്നതിനെയാണ് നല്ലത്. അമ്മേ, ഇപ്പോൾ നമ്മൾ പോയാൽ അതിലൊളിച്ചോട്ടമാകും. ഇതിനൊരു അവസാനം വേണം. എൻ്റെ ഭാര്യയുടെ മേൽ അവകാശം പറഞ്ഞ് ഇനി ആരും വരാൻ പാടില്ല. അതിനിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളൊന്നും ചെയ്യണ്ട, അവൻ തന്നെ തുടങ്ങിക്കോളും. പിന്നെ നിങ്ങളെല്ലാവരും തിരിച്ചു മടങ്ങിക്കൂ. ഞാനും നിവിയും ഇതൊക്കെ കഴിഞ്ഞു വരാം. വേണ്ട മോനെ, എല്ലാവർക്കും ഒത്തു പോകാം. അമ്മേ വേണ്ട, എല്ലാവരും പൊക്കൂ. ഞങ്ങളിവിടെ നിന്ന് വരാൻ ചിലപ്പോൾ ആഴ്ചകളായേക്കാം, ചിലപ്പോൾ മാസങ്ങളായേക്കാം. സോ എല്ലാവരും വൈകിട്ടാകും പുറപ്പെട്ടോളൂ. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാവരും പോകുന്നതോർത്ത് നിവിക്ക് നല്ല വിഷമം വന്നു. വൈകിട്ടായപ്പോഴേക്കും നിവിയും എല്ലാവരും മാധവൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു യാത്ര പറയാനെന്ന പോലെ ഇന്ന് തന്നെ മടങ്ങണോ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? കുട്ടികളവിടെ നിൽക്കും. ഞങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല, ഒരുപാട് ജോലിയുള്ളതാ. ആയിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് വരണം. വരും, ഞങ്ങളുടെ മോളുടെ വീടല്ലേ. എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. നിവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മഹാദേവൻ അവളെ ചേർത്ത് പിടിച്ചു. അച്ഛയുടെ മോള് വിഷമിക്കേണ്ട, ധ്രുവയുടെ ജോലി വേഗം തീർക്കും കേട്ടോ. എന്നിട്ട് വേഗം മോളെ കൊണ്ട് വീട്ടിൽ വരും. പ്രിയ അവളുടെ നെറ്റിയിലാരും മുത്തി. ദേവി അമ്മയും ദക്ഷിയും ധ്രുവും നിവിയും വൈഷ്ണവും അവിടെ നിന്നും. അവർ നിറഞ്ഞ കണ്ണുകളോടെ എല്ലാവരും യാത്ര അയച്ചു. ധ്രുവ് മാത്രം മാറി നിന്നു. അത് പിന്നെ ഇങ്ങനെയുള്ള ഒരു സീനിലും കൂടാറില്ല. പക്ഷെ പോകുന്നതിന് മുന്നേ മഹാദേവൻ അവൻ്റെ ഷോൾഡറിൽ ഒന്ന് തട്ടിട്ട പോയത്. അത് തന്നെ ധാരാളമായിരുന്നു. നിവിയുടെ വീട്ടിലാണ് എല്ലാവരും തങ്ങിയത്. ധ്രുവ്, ദക്ഷ്, മഹാദേവ്, നീ ഇവിടെ നിന്ന് അത്രയും വേഗമൊന്നും പോയില്ലെന്ന് എനിക്കറിയാം. പകുതിയിലൊന്നും വെച്ചിട്ട് പോകുന്ന ശീലം നിനക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇനി നടക്കുന്ന യുദ്ധത്തിൻ്റെ നീതിയും ന്യായവും എല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ നിനക്ക് അടിതെറ്റും. കാരണം ഈ വട്ടം ഞാൻ നിന്നിൽ നിന്നും കൊത്തിപ്പറിക്കാൻ പോകുന്നത് നിന്റെ പ്രാണനെയാണ്. നിവേദ്യ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. ധ്രുവ് നിവിക്കൊപ്പം റൂമിൽ പോയി. വൈഷ്ണവ് ദക്ഷിയുമായി ഒന്ന് പുറത്തേക്ക് പോയി. ധ്രുവിനോട് ചോദിച്ചിട്ടാണ് ദക്ഷി പോയത്. ധ്രുവ് റൂമിലേക്ക് ചെന്നപ്പോൾ നിവി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. നിവേദ്യ, നമുക്കിവിടെ നിന്നാൽ മതിയോ? അത് നമ്മുടെ വീട്ടിൽ നിൽക്കണോ? ധ്രുവേട്ട, ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അയ്യോ, അതൊന്നല്ല എൻ്റെ പൊന്നു നിവി. ഇവിടെ നിന്നാ ആ പിശാചുകൾ ചൊറിയുമെന്ന് അറിയില്ല. ചൊറിഞ്ഞ ഞാൻ മാന്തും. പിന്നെ ദക്ഷിയുണ്ട്, അതാ ദക്ഷിക്ക് ഞാൻ ഒരു റൂം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ രണ്ടാളും ഇവിടെ കംഫർട്ട് ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് പോകാം. അച്ഛന് വിഷമാകുന്ന കരുതിയ ഞാനും പിന്നെ ഇവിടെ ഒന്നും പറയാതെ. ധ്രുവ് അവൾ അവനിൽ ചേർത്ത് പിടിച്ചു. നീ എവിടെയുണ്ടോ അവിടെ ഞാൻ ഓക്കെയാണ്. നിവിടെ മുഖമൊക്കെ ആകെ ചുവന്നു. ധ്രുവ് അവളുടെ കയ്യിലിരുന്ന് ചൂലെടുത്ത് ദൂരെ എറിഞ്ഞിട്ട് അവളുടെ അതരങ്ങൾ കവർന്നെടുത്തു. നിമിഷ നേരം കൊണ്ടവർ നഗ്നരായി ഒന്നാവുകയായിരുന്നു. മാധവൻ ഹാളിലിരിപ്പുണ്ട്. നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് കല്യാണം ഉടനെ നടത്തണ്ടേ? നടത്തണം. ഞാനും അത് ആലോചിക്കുന്നു. അവൾക്ക് 50 പവനെങ്കിലും കൊടുക്കണ്ടേ? അവൾക്ക് 50 കൊടുത്ത വേദിക്കോ? അതെനിക്കറിയില്ല. എൻ്റെ മക്കൾ 50 പവൻ കൊടുത്ത് തന്നെ കെട്ടിക്കണം. ഞാൻ വയസ്സായാണ് വരുന്നത്. എന്നെക്കൊണ്ട് അത്രയൊന്നും പറ്റില്ല. നിങ്ങളുടെ മക്കൾ രണ്ടും പുളിക്കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ഞാനും എൻ്റെ മക്കളും നിറയിക്കട്ടെ എന്നല്ലേ. നിവേദിക്ക് ഞാനൊന്നും കൊടുത്തല്ല കെട്ടിച്ചത്. അനാഥയെപ്പോലെ ഇറങ്ങിപ്പോയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നില്ലേ? അതിനെന്താ, ഈ വീട് വിറ്റായാലും എനിക്ക് എൻ്റെ മക്കളെ കെട്ടിക്കണം. അമ്മേ, പതുക്കെ അവർ കേൾക്കട്ടെ. എനിക്ക് എൻ്റെ മക്കളുടെ ജീവിത പ്രധാനം. ഞാനും വൈഷ്ണവിനോടും ധ്രുവിനോടൊന്ന് സംസാരിക്കട്ടെ, അവിടെ അഭിപ്രായം കൂടി ചോദിക്കാം. രംഗം വഷളാകണ്ടെന്ന പോലെ അയാൾ പറഞ്ഞു. അതിനെന്താ, ആ അച്ചിക്കോന്തനോട് ചോദിക്കുന്നേ. ഏത് നേരവും ഭാര്യയുടെ കൂടെ റൂമിലിരിക്കും, അവളുടെ സാരിയുടെ തുമ്പിൽ തൂങ്ങി നടക്കും. നിങ്ങളുടെ മോൻ അങ്ങനെ തന്നെയാ. അത് കേട്ടുകൊണ്ടാണ് വൈഷ്ണവ് ദക്ഷവും അകത്തും ധ്രുവൻ നിവിയും റൂമിൻ്റെ പുറത്തേക്കും വന്നത്. അത് ശരിയാ, ഞങ്ങൾ അച്ചിക്കൊന്തമാർ തന്നെയാ. ശാരദയും മാധവനും ആതിരയും ഒരുപോലെ നെട്ടി. വൈഷ്ണവ് ദേഷ്യത്തോട് അവരെ നോക്കി. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നു. ഭാര്യയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സമ്പത്തോ സ്വർണമോ നോക്കാറില്ല. അവരെ പോറ്റാനുള്ള ശേഷിയും ജോലിയും ഞങ്ങൾക്കുണ്ട്. പിന്നെ അവരുടെ പുറകെ നടക്കുന്നത് സ്നേഹമുള്ള ഭർത്താക്കന്മാർ
അങ്ങനെ ചിലപ്പോൾ സാരിയിൽ പിടിച്ച് നടക്കും, ചിലപ്പോൾ അവരെ എടുത്തുകൊണ്ടും നടക്കും. അവനൊരു കൂസലില്ലാതെ പറഞ്ഞു, അച്ഛാ ഇവർക്കിപ്പോൾ എന്ത് വേണമെന്ന്? ആതിരയ്ക്ക് 50 പവൻ കൊടുക്കണമെന്ന്. ഉള്ളത് മുഴുവൻ അവൾക്ക് കൊടുത്താ വേദിക്കോ? അതിനെ വീട് വയ്ക്കാന്നാ പറയുന്നത്. ആര് പറയുന്നത്? നീ വിവേകം ചോദിച്ചു. ശാരദൊന്നും മിണ്ടിയില്ല. ഇതെൻ്റെ അമ്മ ഞങ്ങൾക്ക് തന്നതാ, എനിക്ക് ഏട്ടനും. അതിലൊരു അവകാശവും ശാരദയ്ക്കും മക്കൾക്കും ഇല്ല. കണ്ടോ, ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് മക്കളുടെ സ്വഭാവം? നിങ്ങൾക്കൊന്നും ഇല്ലെന്ന് കൊച്ചാക്കിയതാ, കണ്ടോ? അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞത്? അച്ഛനുള്ള ഒരു ഏക്കറിൽ 50 സെന്റ് അല്ല അച്ഛൻ ആദരിക്ക് തരുന്നത്, 50 സെന്റ് വേദിക്കും. പിന്നെ അച്ഛനുണ്ടാക്കിയത് 50 പവനിൽ പകുതി 2 പേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ? പിന്നെന്താ അച്ഛന് വേണ്ടേ? വലിയ വീട്ടിൽ കെട്ടിച്ചു വിടുമ്പോൾ അതിൻ്റെ രീതിക്ക് പോണ്ടേ? നിങ്ങളുടെ മക്കൾ അതിൻ്റെതായ രീതിക്ക് വിടണല്ലേ? അന്ന് എൻ്റെ കല്യാണം നടത്തിയപ്പോൾ അച്ഛയിട്ടന്ന് 20 പവനിൽ നിന്ന് 15 പവൻ തിരിച്ചു വാങ്ങി നിങ്ങളെന്നെ മണ്ഡപത്തിൽ കയറ്റി. ആ വീട്ടിലോട്ട് തന്നെയല്ലേ അതിന് പോകുന്നത്? അവൾക്ക് ഈടായി ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ. ഇന്നെപ്പോലാണ് എൻ്റെ മക്കള്. ശാരദ വീറോട് തന്നെ നിന്നു. പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ. നിങ്ങളുടെ മക്കളെന്ന പോലെയല്ല. ശരിയാണ്, ഞാനിതേ ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ നേരം ഈ വീട്ടിലെ ഒരു പൊട്ടുകൂടി വെച്ചിട്ടില്ല. എന്തിനും ഒരു പിന്ന് പോലും. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഭാഗ്യവതിയാ. പിന്നെ കെട്ടാൻ പൈസ തികഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പേരിനൊരു ഏക്കർ അച്ഛൻ മേടിച്ച് തന്നല്ലേ, അതുകൂടി വിൽക്ക്. എൻ്റെ അമ്മയുടെ വീട് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴേ കണക്ക് പറയുന്ന നിങ്ങൾ ഇവിടുന്ന് വയസ്സങ്കാലത്ത് ഇറക്കി വിടില്ലെന്ന് എന്ത് ഉറപ്പ്? ദേ ഇവനെ പെങ്കൂച്ചിനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയുന്നത് എന്ത് ഉറപ്പ്? അതോടെ വിറ്റാ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഒന്ന് എൻ്റെ ചേട്ടനും എനിക്കും അവകാശപ്പെട്ട വീടായത്. 2 അച്ഛൻ സമ്പാദിച്ചതിൽ എനിക്ക് എൻ്റെ ചേട്ടനൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യാം? 3 ഈ വീട് എൻ്റെ അമ്മയുടെ ഓർമ്മയാണ്, അത് വിട്ടുതരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ദക്ഷി 4 ദക്ഷി ഇവിടെ വന്ന് താമസിക്കില്ല. ചേട്ടൻ അന്തസ്സായി താമസിക്കാൻ അവിടെ ഒരു ഫ്ലാറ്റ് വീട് ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വായിൽ ഇവളെ കൊണ്ടിടാൻ ഞങ്ങൾക്ക് വട്ടല്ല. പിന്നെ അമ്മയുടെ ഓർമ്മ വരുമ്പോൾ അച്ഛനെ കാണാൻ തോന്നുമ്പോൾ വല്ലപ്പോയി വന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് ഈ വീട് വേണം. ഈ 4 കാര്യം ഓർത്ത് വെച്ച് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ അച്ചിക്കോന്തനെന്ന്, നിവേദ കെട്ടിയത് ഒരു അസൽ നാട്ടിലുള്ള ആൺകുട്ടിയെ തന്നെയാണ്. എൻ്റെ ഏട്ടനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നിടത്തോളം നാക്കടക്കി വയ്ക്കുന്നതാകും നല്ലത്. എൻ്റെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസറാണ്. അങ്ങനെ കയ്യിന്ന് ഒന്ന് കിട്ടിയ വായിലെ പല്ല് പകുതിയും തെറിക്കും. പിന്നെ എൻ്റെ അച്ഛൻ വയസ്സാകുമ്പോൾ നോക്കാൻ ഞാനും എൻ്റെ ചേട്ടനുണ്ട്. നിങ്ങളുടെ കാര്യം നിങ്ങളാദ്യം നോക്കും. അത്രമാത്രം പറയുന്ന നിവേദ്യ ധ്രുവിൻ്റെ അടുത്തൊരു സോഫയിൽ ഇരുന്നൊരു കുലുക്കവും ഇല്ലാതെ. ദക്ഷി ചിരി കടിച്ചു പിടിച്ച് നിവിയുടെ അടുത്തായിരുന്നു. ശാരദയും മക്കളും അവിടെ നിന്ന് വലിഞ്ഞു. ദക്ഷി റൂമിൽ ചെന്നപ്പോൾ നിവി ഏകദേശം എല്ലാം ഒതുക്കി റൂം വൃത്തിയാക്കിയിരുന്നു. നിവിക്കുട്ടി, എന്താണ് ഒരു പതിപ്പിക്കൽ? ഇവിടെ കാലൻ്റെ ചാനലൊന്നും കാണാനില്ലല്ലോ. നമുക്ക് തിരിച്ചു പോണ്ടേ? പോണം, തിരിച്ചു പോണം. അവൻ അന്നത്തോടെ പേടിച്ചെന്നാ തോന്നുന്നേ. ഇല്ല ദക്ഷി, അവൻ മാറില്ല. അപ്പോഴേക്കൊരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് നിവിയും ദക്ഷിൺ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു നിന്റെ സൂരജേട്ടൻ. നിവി അവളൊന്ന് കൂർപ്പിച്ചു നോക്കിയതും ദക്ഷി ഒന്ന് ചിരിച്ച് കാണിച്ചു. അവർ താഴേക്ക് പോയില്ല. ധ്രുവ് വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. വൈഷ്ണവ് ലാപ്പിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ബുള്ളറ്റ് വന്നത്. സൂരജ് ബൈക്കിൽ നിന്നും ഇറങ്ങി. അവരങ്ങോട്ട് മൈൻഡ് ചെയ്യുന്ന പോലെയില്ല. വെട്ടി നുറുക്കാനുള്ള ദേഷ്യമുണ്ട്, പക്ഷേ സമയമായിട്ടില്ല. ധ്രുവ് ഓർത്തു, അത് പിന്നെ അമ്മ പറഞ്ഞു ഈ കല്യാണ തീയതി ഇവിടെ തരാൻ. രണ്ടാളും മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും ശാരദ പുറത്തേക്ക് വന്നു. മോനെ, നീ ഇവിടുത്തെ നിൽക്കുവാണോ? അകത്തേക്ക് വാ. സൂരജ് അകത്തേക്ക് കാല് വെച്ചതും വൈഷ്ണവ് ചാടി എഴുന്നേറ്റു. എങ്ങോട്ടേക്കാ? മുറ്റത്തുള്ള വരവ് മതി, അകത്തേക്ക് വേണ്ട. സൂരജിൻ്റെ മുഖം കടുത്തു. ധ്രുവ് പിന്നെ ഇവിടെ ഒന്നല്ലെന്ന മട്ടിലാണ്. എന്താ മോനെ പറയണേ? വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ പറയുന്നത്? ഇതെൻ്റെയും എൻ്റെ അനിയത്തിയുടെ വീടാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഇതിനകത്ത് കയറണ്ട. പിന്നെ ഒന്നിനിവരും പിച്ച് ചീന്തി. ഇനിയും പിച്ച് ചെന്ന വീട്ടിലെ പെൺപിള്ളേർ ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അനിയത്തിയും ഭാര്യയാകാൻ പോകുന്ന പെണ്ണും ഇവിടെയുണ്ട്. എനിക്ക് അവരെ നോക്കിയേ പറ്റൂ. ആൻറ്റി, ഇത് മേടിച്ചോ, ഞാൻ പോവുക. ശാരദ അത് കൈ നീട്ടി മേടിച്ചു. സൂരജ് അപ്പോഴേ അവിടെ നിന്ന് വലിഞ്ഞു. കൂടിപ്പോയി വൈഷ്ണവ്, നിങ്ങൾക്കതൊന്നും പുത്തിരിയല്ലായിരിക്കും. എൻ്റെ കൊച്ചുങ്ങളെ നോക്കിയേ പറ്റൂ എനിക്ക്. ഞങ്ങൾ പോയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പിന്നെ നിങ്ങളുടെ മക്കളെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ശാരദ അവനെ ഒന്ന് നോക്കി. തൻ്റെ മക്കളായിരുന്നു അവൻ്റെ എല്ലാം.
ഇപ്പൊ തന്നെയും മക്കളെയും കണ്ടൂടവന്.